ഇതല്ലോ വെയിലാ. എന്റെ ദൈവം ഇത്രയും നാളും തണുത്ത് നടന്നിട്ട് ഇപ്പൊ കൊട്ട വെയില. വെയിറ്റ്. നമ്മളിവിടെ സ്ഥലം എത്തി കേട്ടോ. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലിൻഡ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ്. ഇതാണ് നമ്മുടെ പറഞ്ഞ സ്ഥലം. നല്ല രസമുണ്ട്. യോ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ പാസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഇവിടെ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഇവിടെ കെട്ടി ഇങ്ങനെ ആൾക്കാർക്ക് ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇന്ന് ഇവിടെ വെയിൽ വാച്ചിങ് ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ. വാട്ട് വെയിൽ ഈസ് ദാറ്റ്? ഓക്കെ, ഐഡൻറ്റിഫൈ വെയിൽ ഈസ് ടു ഓക്കെ. ബ്ലൂ വെയിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. 32 മീറ്റർ വരെ ആയിരിക്കും. സൗത്ത് ഏൺ റൈറ്റ് വെയിൽ 18 മീറ്ററിൻ്റെ ആയിരിക്കും. ഓക്കെ, കില്ലർ വെയിൽ. ഓക്കെ, ഹംപാക്ക് വെയിൽ. ഓക്കെ, ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൻ എയർ. അതൊക്കെ ഇരുന്ന് ഇവിടെ ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നേടി വെയിൽ വാച്ചിങ്. ഇവിടെ വെയിലും പരുന്തും ഒക്കെ വരും ഇവിടെ. ഓക്കെ, ഇതെന്താണ്? ഓസ്ട്രേലിയൻ ഗാനറ്റ്സ്. ഓക്കെ, ലിൻഡയോട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, കുട എടുക്കണേ അല്ലെങ്കിൽ തലയിൽ ഇടാൻ എന്തെങ്കിലും വേണമെന്നുണ്ട്. ഏതാ ഞാൻ പറഞ്ഞപ്പോൾ നീ പ്രതീക്ഷിച്ചില്ലല്ലേ? ബാ ഇങ്ങനെ കണ്ട കാണുന്നേ ആ സ്ഥലം കണ്ടോ? അവിടെ ഇങ്ങനെ നമ്മൾ ട്രാക്കാണ്. അതുവഴി നമ്മൾ നടന്ന് അങ്ങേ അറ്റം വരെ പോകണം. അതാണ്. അതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ താഴെയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിനി എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോകാമേ. ബിന്നിടാനൊക്കെ ആയിട്ടുള്ളതാണ്. ഉണ്ട്. ഓക്കെ, ട്രാക്കിൽ എന്തൊക്കെയുണ്ടെന്നുള്ള വ്യൂ പോയിന്റ് ഉണ്ട്, വെയിൽ വാച്ചിങ് ഉണ്ട്, വാക്കിംഗ് ട്രാക്ക് ഉണ്ട്, നേച്ചർ വാച്ച് ഉണ്ട്. ഓക്കെ, നോ ഓവർനൈറ്റ് സ്റ്റേ. ഓക്കെ, ഓക്കെ. ഇവിടെ നമുക്ക് ഇതെടുക്കണമായിരുന്നു. ഓക്കെ, ടച്ച് ടു സ്റ്റാർട്ട്. വെഹിക്കിൾ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇപ്പൊ പണി കിട്ടിപ്പോയാൻ കേട്ടോ, പാർക്കിംഗ് എടുത്തില്ലായിരുന്നെങ്കിൽ. നമ്മൾ ഇന്നത്തെ പാസ്സൊക്കെ എടുത്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാക്ക് വഴി നടന്നു പോവാം. ഇതെവിടാ ട്രാക്ക്? എവിടെ എൻ്റെ ഡ്രോൺസ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, നോ ബൈസൈക്കിൾസ്, അങ്ങനെ ഓരോ വാർണിങ്സ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അൺസ്റ്റേബിൾ ക്ലിഫ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നല്ല വാർണിംഗ് ഉണ്ട്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കേപ്പ് ബെയിലി ട്രാക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളും കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട മുന്നോട്ട്. ഒരു മിനിറ്റ്, എന്നാ വെയിലാ, ഒടുക്കത്തെ വെയില കേട്ടോ. ഇങ്ങനെയുള്ളൊരു വാക്കിംഗ് ട്രാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. പക്ഷെ ഇവിടെ ഇരിക്കാൻ രക്ഷയില്ല കേട്ടോ. അമ്മാതിരി വെയിലാണെന്ന്, ചൂട്. ഇന്ന് എത്ര ഡിഗ്രി അജിനു? 30. വായിലെല്ലാം ഈച്ച കയറി. ഗൈസ് എന്ന് പറഞ്ഞപ്പോ അവളെന്നെ കളിയാക്കുന്നു. ഗൈസ് ഏതാ? ചൂട് സമയം സമ്മർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈച്ച വരും.
ഈ കൊട്ട വെയിലത്ത് നടന്നൊരു പരുവായി. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. ജിനു ഒന്ന് അനങ്ങാതെ നിൽക്കുമോ? കണ്ടോ ഈച്ചയെ കണ്ടോ? ജിനുവിൻ്റെ ദേഹത്ത് പറ്റിയിരിക്കണേ ഇമാതിരി ഈച്ച ഇങ്ങനെ നടക്കുക. ഈ സമ്മർ ആകുമ്പോൾ ഈ സാധനം കൂടുതലേ. അതും പക്ഷെ ഈ ഭാഗത്ത് ഭയങ്കര ഈച്ച ശല്യം കേട്ടോ. പൊതിഞ്ഞോണ്ട് നടക്കുക. അതുകൊണ്ട് മനുഷ്യന് പ്രാന്ത് വരുന്നു. എവിടെ? എനിക്ക് മൊത്തത്തിൽ പ്രാന്ത് വരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ മുടിയാണെങ്കിൽ ഇങ്ങനെ കാറ്റിനകത്ത് പറക്കുന്നു, അതിൻ്റെ കൂടെ ഈച്ച, അതിൻ്റെ കൂടെ വെയില്. എനിക്ക് എങ്ങനെയെങ്കിലും ആ തണുത്ത് പോയാൽ മതിയോ. മടുത്ത് മതിയായി, എൻ്റെ കൊതി തീർന്നു. ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ കൊണ്ട് വേണം വരാൻ വരുന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ കാണാനെ. ഇതേപോലെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കണ്ടേ. ഫ്ലൈറ്റ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ സിഡ്നി എയർപോർട്ട് ഇതിൻ്റെ അടുത്താണിത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കുമ്പം എപ്പോഴും 5 മിനിറ്റ് കൂടുന്തോറും ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും. കാണുന്നുണ്ടോ? ഈ കാറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ. ഇടയ്ക്കുള്ള ഈ കാറ്റ്. എൻ്റെ ബാഗിൽ ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഇവിടെ ഒരു കേവ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴി ഇങ്ങനെ അത്യാവശ്യം ഗ്രിപ്പ് ഉള്ളതാണ്. വീഴുന്നുള്ള പേടിയൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതോറും നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ല സുഖം. ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് ഇതിന് ചുറ്റും കണ്ടിങ്ങനെ പാറയാണ് കാണിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ല കാറ്റുണ്ടല്ലേ. തണുത്ത കാറ്റ്, നല്ല സുഖം. ഇവിടെ എന്നാ കൊള്ളാം. വന്ന് ചേർന്ന് എവിടെയാണെന്ന് അറിയാമോ? ഇങ്ങനൊരു വ്യൂവിലേക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാണുമ്പം അതെത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഇപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല സുഖം കേട്ടോ. നല്ല തണുത്ത കാറ്റും ഈ ഒരു കുറേ നേരം നിൽക്കാൻ തോന്നുന്നു. നല്ല തിരമാല അടിച്ചിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. വലിയ തിരമാല വരുന്നുണ്ടോ? എൻ്റെ ജിനു അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങ് പോയി കേട്ടോ. വെയിലോ പറഞ്ഞ് പ്രാഗി വേണ്ട ഇപ്പൊ മഴ പെയ്യുന്നു. ഓടണോ? ഇതാണ് ഇവിടെ കാണാനുള്ളത്. ഇതെന്താ കാണാനുള്ള അല്ലായിരുന്നോ? ആ ഒരു ഈച്ചയുടെ അത്രയുണ്ട്, ദേഹം മൊത്തം ഈച്ചയുണ്ട്.
നിന്റെ ക്യാമറ എന്തിയേ? പിണങ്ങി ഗായ്സ്, ലിൻഡ പിണങ്ങി ഗായ്സ്. ഇത് കേക്കത്തില്ല, കേട്ടില്ല. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ കുഞ്ഞൊരു യാത്ര. പെട്ടെന്ന് സംഭവിച്ചതാണ് ഈ യാത്ര. അതായത് ഇന്ന് എങ്ങും പോകണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു ഫ്രണ്ട് പറഞ്ഞപ്പം എന്നാൽ നമുക്കൊന്ന് പോയാലോ എന്ന് ഓർത്ത് അങ്ങനെ പെട്ടെന്ന് പോയതാണ്. വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഒടുക്കത്തെ വെയിലായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അങ്ങനെ വെയിലിനെ പ്രാഗി പിന്നെ നമ്മളൊന്ന് തണലൊക്കെ ആയി ഇരിക്കാം എന്നുള്ള സ്ഥലം വന്നപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ഇനി ഒരുപാട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ തിരിച്ച് നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് മഴ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഓടാൻ തുടങ്ങി. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു യാത്ര കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.